പത്തനംതിട്ട കലഞ്ഞൂരിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. കഞ്ചോട് സ്വദേശി മനു ആണ് കൊല്ലപ്പെട്ടത്. പ്രതി ശിവദാസ് പിടിയിലായി. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഡിവൈഎസ്പി സംസാരിക്കുന്നു. അതിലേക്ക് പ്രതി എന്ന് പറഞ്ഞ ശിവപ്രസാദ് അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് മെമ്പറെ വിളിച്ച് ഇങ്ങനെ ഇയാൾ അനക്കമില്ലാതെ കിടക്കുന്നതായിട്ട് പറഞ്ഞ് ആ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ രാത്രി ഇന്ന് രാവിലെ ഒരു മണിക്കും ഒരു 2 മണിക്കും ഇടയ്ക്കുള്ള സമയത്തായിരിക്കും സംഭവം ഉണ്ടായെന്നാണ് അസസ് ചെയ്തേക്കുന്നത്. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മളിത് സമയം കൃത്യപ്പെടുത്തുന്നതായിരിക്കും. ഇവർ തമ്മിൽ മുൻപ് വൈരാഗ്യമുള്ളതായിട്ട് നമുക്ക് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഇവർ ഒരുമിച്ച് പഠിച്ചവരൊക്കെയാണെന്ന് പറയുന്നത്. ഇല്ല, യാതൊരു വൈരാഗ്യം ഉള്ളതായിട്ട് ഇപ്പം നിലവിൽ നമുക്ക് ബോധ്യപ്പെട്ടില്ല. ഇപ്പം അന്നേരം ഉണ്ടായൊരു സംഭവമാണ്. അങ്ങനെ വൈരാഗ്യം ഉണ്ടെങ്കിൽ ഇവർ പണിക്ക് വേണ്ടി വരത്തില്ലല്ലോ. ആ വീട് റെഡിയാക്കാൻ വേണ്ടിയുള്ള പണിക്ക് വേണ്ടി വന്നതാണ്. രാത്രി ഏറെ വൈകി ഇദ്ദേഹത്തെ വീട്ടിൽ നിന്നും പണിക്ക് വേണ്ടി വിളിച്ചു എന്ന് പറയുന്നത്. അല്ല, നേരത്തെ വൈകിട്ട് തന്നെ വിളിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പണി കഴിഞ്ഞിട്ട് രാത്രി ഒരു 10:45 പണി ചെയ്യാൻ വേണ്ടി സ്ഥലത്ത് എത്തിയത്. അങ്ങനെയാണ് മനസ്സിലായത്. ഈ കൊല്ലപ്പെട്ട മനു മുരളിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം പ്രതി സ്ഥലത്തു നിന്നും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കടന്നു എന്നാണ് പറയുന്നത്. എത്ര സമയത്തുള്ള നമുക്ക് ഇദ്ദേഹത്തെ പിടിക്കാൻ കഴിഞ്ഞിരുന്നു? നമുക്കൊരു 2.5-3 മണിക്കൂറിനകം നമുക്ക് പിടിക്കാൻ കഴിഞ്ഞു. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്വേഷണ മേൽനോട്ടം വഹിക്കുന്ന കോന്നി DVSP രാജപ്പൻ റാവുത്തറാണ് നമ്മോട് സംസാരിച്ചത്. ഈ കൊലപാതകത്തിന് ശേഷം ഇദ്ദേഹത്തെ മൃതശരീരമാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പത്തനാപുരത്തെ EMS ആശുപത്രിയിൽ എത്തിച്ച ശേഷം അവിടെ നിന്നും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ശിവപ്രസാദ് കടക്കുകയായിരുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. സ്ഥലത്തേക്കുള്ള തെളിവെടുപ്പ് ഒരുപക്ഷെ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വലിയ ഞെട്ടലിലാണ് കലഞ്ഞൂർ പ്രദേശം. കാരണം ഏറെ കാലമായി സുഹൃത്തുക്കളായിരുന്ന ഒരാളുടെ വീട്ടിലൊരു കൊലപാതകം ഉണ്ടാകുന്നു എന്നുള്ളത് നാട്ടുകാരെ ഞെട്ടിച്ചിരിക്കുന്നു. ഈ കൊലപാതകം നടന്ന 1-ാം കുറ്റിയിലെ വീട്ടിൽ നിന്നും ഏറെക്കുറെ 1/2 കിലോമീറ്റർ മാത്രമാണ് കൊല്ലപ്പെട്ട മനു മുരളിയുടെ വീട്. അദ്ദേഹത്തിന് സ്വന്തമായി ഹിറ്റാച്ചിയും ടിപ്പർ ലോറിയുമുണ്ട്. മണ്ണ് മാറ്റുന്ന ജോലികൾക്കായി രാത്രി 11 മണിയോടുകൂടി ഹിറ്റാച്ചിയുമായി മനു മുരളി ശിവപ്രസാദിൻ്റെ വീട്ടിൽ എത്തുകയാണ് ഉണ്ടായത്. ജോലികൾ 12:30 ശേഷവും തുടർന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം. ചുരുക്കത്തിൽ രാത്രി 1 മണിക്കും 2 മണിക്കും ഇടയിലുള്ള സമയം ഇരുവരും ഒന്നിച്ച് വീടിനുള്ളിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലുണ്ടായ തർക്കത്തിനിടയിലാണ് ഇരുവരും തമ്മിൽ അടിക്കുകയും ഒടുവിൽ അത് കൊലപാതകമായി മാറുകയും ചെയ്തു. DVSPയിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ഇരുവരും തമ്മിൽ തർക്കത്തിനിടയിൽ മനു മുരളി ശിവപ്രസാദിൻ്റെ ശരീരത്തിൽ കടിക്കുന്നു. അങ്ങനെ തൊഴിച്ച് മാറ്റുന്ന ഒരു പ്രത്യാക്രമണത്തിനിടയിൽ തല ഫർണിച്ചറിൽ ഇടിച്ച് അബോധാവസ്ഥയിലാവുകയും പിന്നെ മരണം സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസിൽ നമുക്ക് അനൗദ്യോഗികമായി ലഭ്യമാകുന്ന വിവരം. എന്തായാലും കേസിൽ വലിയ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി സംഭവിച്ചിരിക്കുന്നു. പത്തനാപുരത്തുനിന്ന് കടന്ന പ്രതിയെ കൂടുതൽ പോലീസ് പിടികൂടിയിരിക്കുന്നു.